നിനക്ക് എന്തോടി ഭ്രാന്ത് പിടിച്ചു? ഭ്രാന്തോ? ഭ്രാന്ത് നിങ്ങളുടെ വീട്ടുകാർക്ക്. വീട്ടുകാരെ നീ പറയുന്നു? നീ എന്നെ തല്ലിയല്ലേ? നിനക്കുള്ള പണി വരുന്നുണ്ട്, നീ എണ്ണയിരുന്നോ? ഹലോ, ആരാ അത്? ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ആരായി? നിനക്കെന്താ? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? ഏതവളാണെന്നാ ഞാൻ ചോദിച്ചത്. എടി, ഞാനൊരു സ്ഥാപനത്തിന്റെ മാനേജറാണ്. അവിടെ എന്റെ ഓണർ വിളിക്കും, സ്റ്റാഫ് വിളിക്കും, കസ്റ്റമേഴ്സ് വിളിക്കും. ഇതൊക്കെ നീ എന്തിനാ അറിയുന്നത്? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഇന്ന് അവർക്ക് ആർക്കും വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ഏതവളാണോ. അതിപ്പോ നീ അറിയണ്ട, നീ നിന്റെ കാര്യം നോക്കി ഇരുന്നാ മതി. എനിക്കറിയണം. അങ്ങനെ നീ ഇപ്പൊ ഒരുത്തിടെയും കൂടെ പോയി ചോദിക്കണ്ട. ഞാൻ പോകുമടി, എനിക്ക് തോന്നിയെടുത്ത് പോകും. വീട്ടിൽ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നിടത്ത് പോകും. നിനക്ക് വേണമെങ്കിൽ ഡൈവേഴ്സ് ആയി പോകുന്നത്. ഞാൻ ഡൈവേഴ്സ് ആയിട്ട് വേണം നിനക്ക് മറ്റോടുകൂടെ ജീവിക്കാനല്ലേ? എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല. അനാവശ്യം പറഞ്ഞോളൂ, ചെവിക്കറ അടിച്ച് ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കും കുറെ. എന്നാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. വല്ല അവളുമാരെയും കൂടെ പോയിട്ട് ചോദിക്കുമ്പോ പൊട്ടിച്ചാൽ മതിയല്ലോ. നിനക്ക് എന്തോടി ഭ്രാന്ത് പിടിച്ചു? ഭ്രാന്തോ? ഭ്രാന്ത് നിങ്ങളുടെ വീട്ടുകാർക്ക്. വീട്ടുകാരെ നീ പറയുന്നു? നീ എന്നെ തല്ലിയല്ലേ? നിനക്കുള്ള പണി വരുന്നുണ്ട്, നീ എണ്ണയിരുന്നോ? നീ എന്ത് പണി തരാനടി? നീ എന്നെ അങ്ങ് കൊല്ലുമായിരിക്കും. എടി, നിന്റെ ഈഗോയും സംശയരോഗമാണ് ഇതിനെല്ലാം കാരണം. എന്റെ സംശയരോഗമല്ലേ? നിങ്ങൾ എന്നെ പുറത്തോട്ടൊന്ന് കൊണ്ടുപോകുമോ? എന്തെങ്കിലും വാങ്ങാൻ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ? എന്നെ ഒന്ന് സഹായിക്കുമോ? എടി, നിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുപോകും? ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ നോക്കി ചിരിച്ചാൽ പിന്നെ ഒരു മാസത്തേക്ക് ഇവിടെ സമാധാനം ഉണ്ടാവും. നിങ്ങൾ സമാധാനമായിട്ടും കഴിഞ്ഞോ? ഞാൻ എന്റെ വീട്ടിൽ പോവാം. ആഹാ, മോളായിരുന്നോ? നീ ഒറ്റയ്ക്കാണോടി വന്നത്? അല്ല, ഞാൻ പിന്നെ നാട്ടുകാരെ മൊത്തം വിളിച്ചോണ്ട് വരായിരുന്നു. ഇത് നീ നല്ല ദേഷ്യത്തിലാണല്ലോ. എന്തുവാടി കാര്യം? കൊല്ലണം. എനിക്ക് അവന്റെ ജീവിതം അവസാനിപ്പിക്കണം. നിനക്ക് ആരെയാടി കൊല്ലേണ്ടിയത്? എന്റെ ഭർത്താവിന്. നിനക്ക് എന്ത് പറ്റി എന്റെ മോളെ? നീ ഒന്ന് സമാധാനപ്പെടാവോ? ഒരു സമാധാനവും ഇല്ല. കൊല്ലണം എനിക്കയാളെ. നീ കൊല്ലുവോ തിന്നുവോ എന്ത് വരും ചെയ്യേ? നിനക്ക് എന്ത് പറ്റിയടി? അവനൊരു പാവം ചെറുക്കനല്ലേ? നിനക്ക് എന്തോടി ഭ്രാന്ത് പിടിച്ചു? അതെ, എനിക്ക് ഭ്രാന്താ. എല്ലാവരും കൂടെ എന്നെ ഭ്രാന്തിയാക്കിക്കോ. എന്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ടമാ. അമ്മയ്ക്ക് എന്നെ സഹായിക്കാവോ? ഇല്ലെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് ചെയ്യും. ഒരല്പം ജ്യൂസ് മതി. അല്ലേലും ഈ കഷായവും ജ്യൂസും ഒക്കെ ഒരു ഭാഷനായി മാറിയ കാലമല്ലേ? ഇരു ചെവി അറിയാതെ ചെയ്യണം. ഒരു സ്വാഭാവിക മരണം. എനിക്ക് ജയിലിപ്പാനൊന്നും വയ്യ. നിനക്ക് അവനെ കൊന്നേ തീരുവല്ലേ? ഇന്ന് നീ സമാധാനമായിട്ട് പോയി ചെന്ന് കിടന്നുറങ്ങിക്ക്. നാളെ പോകുമ്പോഴേ അമ്മ അതിനുള്ള പോംവഴി നിനക്ക് പറഞ്ഞു തരാം. അമ്മേ, ഞാൻ ഇറങ്ങുക. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമുണ്ടോ? മോളെ, ഇതൊരു വിഷപ്പൊടിയാണ്. ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലില് ഒരു നുള്ളു പൊടി കലക്കി അവന് കൊടുക്കണം. അവൻ പാല് കുടിക്കുമല്ലോ അല്ലേ? ആ, പാലൊക്കെ കുടിച്ചോളൂ. മോളെ, പാലിൽ പഞ്ചസാര ചേർക്കരുത്. ഒരു ദിവസം പോലും മുടങ്ങാതെ അത് കൊടുക്കണം കേട്ടോ. 30 ദിവസം കഴിയുമ്പോ തൊട്ട് നീ അവനെ ശ്രദ്ധിച്ചു തുടങ്ങണം. പിന്നീട് അധിക ദിവസം അവൻ ഉണ്ടാകത്തില്ല. ഉറപ്പാണോ? എനിക്ക് വിശ്വസിക്കാവോ? പിന്നീട് എന്റെ മോള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ എല്ലാ ദിവസവും സ്നേഹത്തോടു കൂടി അവനോട് പെരുമാറണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അവന്റെ എല്ലാ കാര്യങ്ങളും എന്റെ മോള് ശ്രദ്ധിക്കണം. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ അവന് വേണ്ട ആഹാരവും വെള്ളവും എല്ലാം എടുത്തു കൊടുക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നാറിയെ ശുശ്രൂഷിക്കാൻ. എടി കൊച്ചെ, നീ അങ്ങനെ ചെയ്തില്ലെങ്കിലേ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാവും. നീ അകത്തുമാവും. ആ, ഞാൻ നോക്കട്ടെ. അവനെ നീ സന്തോഷിപ്പിക്കണം. അവൻ ദേഷ്യപ്പെട്ടാലേ ചിരിച്ചുകൊണ്ട് നീ ഇടപെടണം. ആ, അത്രേ ഉള്ളൂ. അയൽക്കാർക്കൊക്കെ നിങ്ങൾ സ്നേഹമുള്ളവരാണെന്ന് തോന്നിപ്പിക്കണം. ശരിയമ്മേ, അവനെ കൊല്ലാൻ ഏതൊരറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ചേട്ടാ. ഓ, എത്തിയോ? ഞാൻ വിചാരിച്ചില്ല പോയ വഴി അങ്ങ് പോയതാണെന്ന്. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. എന്തുവാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, നിന്റെ ഇന്നലത്തെ പറച്ചിലും പോക്കൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങോട്ട് ഇല്ലായിരിക്കുമെന്ന്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ചേട്ടൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഞാൻ നല്ല കുട്ടിയാ. നിന്റെ മരണം വരെ. ദേ, ഒന്ന് പോയേ. നീ നിമിഷം വെച്ച് സ്വഭാവം മാറുന്നവളാ. ഇപ്പൊ നീ ചിരിച്ച ഇച്ചിരി കഴിയുമ്പോ നീ ഭദ്രകാളിയാവും. ഒന്നും മാറത്തില്ല. എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചു വന്നത്. നീ അങ്ങ് ഒരുപാട് പാവമായല്ലോടി. നിന്റെ അമ്മ നിന്നെ ഗുണദോഷിച്ചു വിട്ടതായിരിക്കും. സത്യം പറഞ്ഞാൽ നിന്റെ അമ്മയുണ്ടല്ലോ, വെറും ഒരു പാവം സ്ത്രീയാ. എന്റെ അമ്മയോടാ നിന്നെ കൊല്ലാനുള്ള മരുന്ന് വന്നിട്ടത്. ചേട്ടാ, ഇതാ പാല്. പാലോ? ഇതെന്താ ഫസ്റ്റ് നൈറ്റോ? ആ,
ഫസ്റ്റ് നൈറ്റ് അല്ല നിന്റെ ലാസ്റ്റ് നൈറ്റ്. നമ്മുടെ ഫസ്റ്റ് നൈറ്റിലെ പാലിന്റെ പാതി കുടിക്കാൻ തന്നപ്പോ നീ കുടിച്ചില്ലായിരുന്നു. അതുപോലെ ഇപ്പൊ പാതി തന്നാ കുടിക്കുവോ? ചേട്ടനറിയാമല്ലോ പാല് കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കുമെന്ന്. എനിക്ക് വേണ്ട, ചേട്ടൻ കുടിച്ച. ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി ഒരു ഗ്ലാസ് പാല് തരും കേട്ടോ. വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ആളാകെ മാറിപ്പോയല്ലോ. എനിക്ക് എന്തായാലും സന്തോഷമായി കേട്ടോ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കിടക്കാം. എടി ഞാൻ ഇറങ്ങുന്നേ. ആ ശരി ഏട്ടാ. നീ വാ. വൈകിട്ട് ഞാൻ നേരത്തെ വരാം. റെഡിയായി നിൽക്കണം കേട്ടോ. നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്താ? ഇപ്പൊ വരും സിനിമയ്ക്ക് പോവാന്. എന്തായാലും പറഞ്ഞതുപോലെ ഒരുങ്ങി നിന്നേക്കാം. ഇല്ലെങ്കിലേ സംശയം ഉണ്ടാവും. എടി നീ റെഡിയായോ? സമയമായി, പെട്ടെന്ന് ഇറങ്ങാം. അതാ കഴിഞ്ഞു, ഇറങ്ങുക. സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു? ആ, ലോജിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ലോകമേ മായ, സർവം മായ. ഈ പ്രേതമൊക്കെ ഉണ്ടോ? പ്രേതത്തെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രേതത്തെ നീ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും നമുക്ക് അനുഭവമില്ലാത്തതുമായ ഒരു വസ്തുവിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഈ ലോകത്തിലൊന്നും നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ ദൈവമുണ്ടോ? ദൈവമുണ്ട്. ദൈവത്തെ നമ്മളെ അനുഭവിക്കുന്നില്ല, കാണുന്നില്ലെങ്കിലും അനുഭവമുണ്ട്. പ്രാണവായു പോലെ തന്നെയാണ് ദൈവവും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ദൈവം ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ നിന്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റി എന്റെ സ്വഭാവം മാറ്റി എന്ന് വെച്ചു ഇപ്പൊ നല്ല കുട്ടിയായി മാറിയത്. അതെ, നാളെ എനിക്ക് അവധിയാ. എന്തോ പരിപാടി? എനിക്കറിയത്തില്ല, ചേട്ടൻ തീരുമാനിച്ചു. നാളെ നമുക്കറിയാം കുറച്ച് പർച്ചേസിങ് നടത്താം. നിനക്ക് ഡ്രസ്സ് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് വാങ്ങിച്ചോ. എന്താ? ഇത്രയും നിന്നെ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ നിനക്ക് കൊല്ലണോ? എന്നെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ, എന്നെ അടിച്ചതല്ലേ, അനുഭവിക്കട്ടെ. തെറ്റ് അയാളുടെ ഭാഗത്ത് മാത്രമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പരസ്ത്രീ ബന്ധം ഞാൻ സഹിക്കില്ല. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന്റെ ഒരു കൂട്ടുകാരി അവനൊരു ഷെയ്ക്കാൻഡ് കൊടുത്തു. അന്ന് തുടങ്ങിയതല്ലേ നിന്റെ ഈ പ്രശ്നം? എന്റെ ഭർത്താവ് എന്റെ മാത്രമായിരിക്കണം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അവിഹിതങ്ങളല്ല. എന്റെ ഭാഗത്താണോ തെറ്റ്? വെറുതെ സംശയിക്കാതെ സത്യാവസ്ഥ കണ്ടെത്തി സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം പ്രതികരിക്കുക. നീ ഇതുവരെ അവന്റെ അവിഹിതം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ അവനെ സംശയിക്കുന്നത്? എന്ന് തൽക്കാലം ഈ പൊടി ഇടുന്നില്ല. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഈ മനുഷ്യനെയാണോ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നത്? തെറ്റ് എന്റെ ഭാഗത്തായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നത് അഭിനയമാണെങ്കിൽ എന്നെ ആത്മാർത്ഥമായിട്ടാണല്ലോ സ്നേഹിക്കുന്നത്. ചേട്ടനില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞോ? എന്താ ഒരു വിഷമം പോലെ? വാ, വന്ന് കിടക്ക്. രാവിലെ എഴുന്നേറ്റേ നമുക്കൊന്ന് കറങ്ങണം. എന്നിട്ട് വേണം പർച്ചേസിംഗ് ഒക്കെ നടത്താൻ. വാ. പാല് കുടിക്ക്. ഹലോ അമ്മേ. എന്താ മോളെ? അമ്മേ, ഞാനൊരു വലിയ തെറ്റാണ് അമ്മേ ചെയ്തത്. എന്താണെന്ന് വെച്ചാ നീ ഒന്ന് പറ. അമ്മ, എന്റെ ചേട്ടൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതൊന്നും അറിയാതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റവും പരസ്ത്രീ ബന്ധവും പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ മോശക്കാരനാക്കി. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഞാൻ ചേട്ടന്റെ മുന്നിൽ സ്നേഹം നടിച്ചപ്പോൾ ചേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങി അമ്മേ. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി, ടൂർ കൊണ്ടുപോയി, ഒരുപാട് സാധനങ്ങൾ, ഡ്രസ്സും ഒക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു. എന്നെ ഭയങ്കര ഇഷ്ടമാ ചേട്ടന്. എനിക്കും ചേട്ടനെ ഭയങ്കര ഇഷ്ടമാ. എല്ലാം കൊണ്ട് ഇവിടെ ഭയങ്കര സന്തോഷമാ. നന്നായി മോളെ, നന്നായി. അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയ്ക്ക് അറിയില്ലേ, ഞാൻ 20 ദിവസമായില്ലേ അവിടുന്ന് വന്നിട്ട്. 18 ദിവസം കൊണ്ട് ഞാൻ അമ്മ അന്ന് വിട്ട വിഷം ചേട്ടന് കൊടുക്കുക. എനിക്കറിയില്ല ചേട്ടൻ എന്തെങ്കിലും വരുമോ എന്ന്. ഞാൻ നാളെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പോവാ. ഈ വിവരങ്ങളെല്ലാം ഡോക്ടറോട് പറയണം. എനിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. നീ വിവരക്കേടൊന്നും കാണിക്കല്ലേ. എന്റെ മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ ചേട്ടനെ ഒന്നും സംഭവിക്കില്ല. എടി കൊച്ചേ, ഞാൻ തന്ന ആ പൊടിയെ വിഷപ്പൊടിയൊന്നും അല്ല.
പഞ്ചസാര പൊടിച്ചതാ. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞത് പാലിനകത്ത് പഞ്ചസാര ചേർക്കരുതെന്ന്. അതെയോ എന്റെ ദൈവമേ. എടി, അവൻ എന്റെ മോനാടി, അവനൊന്നും സംഭവിക്കത്തില്ല. നീയേ ഡോക്ടറെ ഒന്നും കാണാൻ പോവണ്ട കേട്ടോ. അതെ അമ്മേ, അമ്മ കാരണം ഞാനും ചേട്ടനും ഇപ്പം വളരെ സന്തോഷത്തിലാണ്. ഞാൻ ചേട്ടനെയും കുട്ടി അമ്മയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. മോളെ, നീ ഒന്ന് മനസ്സിലാക്കണം, ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്ന് ദേഷ്യപ്പെടലോ ശകാരമോ ഒക്കെ ഉണ്ടായാലേ അതൊന്നും കാര്യമാക്കാതെ നീ അവരെ സ്നേഹിക്കണം. അങ്ങോട്ട് സ്നേഹിച്ചാൽ അവർ തിരിച്ച് സ്നേഹിക്കും. നിന്റെ മാനസിക പ്രശ്നമായിരുന്നു എല്ലാത്തിനും കാരണം. എന്തായാലും എല്ലാം മാറിക്കിട്ടിയല്ലോ, ദൈവത്തിന് നന്ദി. നീ രാവിലെ എവിടെ പോയിരിക്കുക വേണേ? നിന്നെ കാണാനേ ഇല്ലല്ലോ. ആഹാ, ഇവിടെ വന്നിരിക്കുവാണോ? ചേട്ടാ, അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നതല്ല, സന്തോഷം കൊണ്ട് എന്റെ ജീവിതം തിരിച്ചു വന്നേന്. ദാമ്പത്യത്തിൽ സ്നേഹവും ആത്മാർത്ഥതയും പരസ്പര വിശ്വാസവും വന്നു ചേർന്നാൽ പിന്നെ അവിടെ ഒരു മാനസിക പ്രശ്നങ്ങൾക്കും സാധ്യതയില്ല. കപട സ്നേഹം നടിച്ചാലും സ്നേഹം അതിന്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ അത് ആത്മാർത്ഥതയുള്ളതായി തീരും. ഭാര്യമാരോട് ഒരു വാക്ക്: ആവശ്യങ്ങൾക്ക് മാത്രം ഭർത്താവിനെ നിയന്ത്രിക്കുക. സ്വന്തം ഭർത്താവിനെ മറ്റു പുരുഷന്മാരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പരിഹസിക്കാതിരിക്കുക. സ്നേഹം പിടിച്ചുവെച്ച് ശിക്ഷിക്കരുത്. അവൻ ചെയ്തു തരുന്ന കാര്യങ്ങൾ നിസ്സാരമായാൽ പോലും അതിന് നന്ദിയുള്ളവളായിരിക്കുക. ഭർത്താക്കന്മാരോട് ഒരു വാക്ക്: ഇടയ്ക്ക് നിന്റെ ഭാര്യയെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അവളെ കേൾക്കുക, അഭിനന്ദിക്കുക. വല്ലപ്പോഴും അവൾക്ക് വേണ്ടി പാചകം ചെയ്യുക. വിശ്വാസവും സത്യസന്ധതയും പുലർത്തുക. അവളെ താഴ്ത്തിക്കെട്ടുന്നവരുടെ മുൻപിൽ അവൾക്ക് വേണ്ടി നിലകൊള്ളുക. സന്തോഷം നിങ്ങളിൽ എന്നും നിറയട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ.